അനന്തൻ കൂടി ചേരുന്നുണ്ട്. അനന്തൻ, സംസ്ഥാന പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി യോഗം വിളിക്കാൻ പോകുന്നു. ഈ യോഗം വിളിക്കുമ്പോഴുള്ള ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനത്ത് ഗുണ്ടാവേട്ട നടക്കുന്നു, ഓപ്പറേഷൻ ആഗ്. അതിലേക്ക് വീണ്ടും അത് എത്തിക്കേണ്ട ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ ഗുണ്ടകളുടെ വിഹാരമാണ് അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് പാറശാല വരെ. ഒരേ രീതിയിൽ പലയിടങ്ങളിലും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ആളുകൾക്ക് നേരെ അക്രമം തലപൊക്കുന്നു. ആ രീതിയിൽ ലഹരി മാഫിയുണ്ട്, അഴിഞ്ഞാട്ടം. ഇതൊക്കെ നടക്കുമ്പോഴാണ് ഇതിലേക്ക് തടയിടേണ്ട DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ഗുണ്ടയൊന്നുമല്ല തമ്പനം ഫൈസൽ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ തമ്പന ഫൈസലിനൊപ്പം എന്തിന് അവിടേക്ക് പോയി, ഒപ്പം പോലീസുകാരെ എന്തിനാണ് കൂട്ടിയത്, ആ ബിരുദ സൽക്കാരത്തിൽ എന്താണ് പങ്കെടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും ചർച്ച ചെയ്യപ്പെടുമല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് പോലീസിനെ കുറിച്ച് കഴിഞ്ഞ പന്തീരാങ്കാവ് സംഭവം നമ്മളിന്ന് 2 മണിക്ക് അത് ചർച്ചയെടുക്കാൻ പോലീസിന്റെ വീഴ്ച, ആ കേസിലെ പ്രതി ഇപ്പോഴും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ കയ്യിൽപ്പെട്ട് വഴുതിപ്പോയ, പോലീസ് തന്നെ ഒത്താശ ചെയ്ത് രക്ഷപ്പെടുത്തിയ തക്ക രീതിയിലേക്കുള്ള ഒരു സംഭവമായി മാറിപ്പോയി. അങ്ങനെ ഒരുപാട് ക്രമസമാധാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് യോഗം വിളിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം കൂടി വരുന്നത്. എത്രത്തോളം ഗൗരവത്തോടു കൂടി കാണേണ്ടി വരും അനന്തൻ? പ്രതീഷ്, ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത DYSPയുടെയും പോലീസുകാരുടെയും നടപടി കേരള പോലീസിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നാളെ മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി കാണണം അതിനെ. അതുകൊണ്ട് തന്നെയാണ് ഇടുപിടിയെന്ന് ഇപ്പോൾ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2 പോലീസുകാർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട 2 പോലീസുകാർ ആലപ്പുഴ സ്ട്രെങ്തിലുള്ളവരെയാണ്. അവരെ 2 പേരെയും ആലപ്പുഴ SP സസ്പെൻഡ് ചെയ്തു. ഇനിയൊരു പോലീസുകാരനുള്ളത് വിജിലൻസിൻ്റെ ഭാഗമാണ്. അയാൾ വിജിലൻസിലാണ് സർവീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടിയന്തരമായി വിജിലൻസ് ഡയറക്ടർ അയാളുടെ ഹോം ഡിപ്പാർട്ട്മെന്റ് പോലീസിലേക്ക് തിരിച്ച് മടക്കി അയക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് തന്നെ അയാളെ മടക്കി അയക്കും എന്നാണ് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അയാളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അയാൾക്കെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്യും. അതിനൊപ്പം തന്നെ ആലപ്പുഴ വിജിലൻസ് DYSPയോട് വിജിലൻസ് ഡയറക്ടർ ഈ കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. ഏതായാലും ഈ അടിയന്തര നടപടികൾ നടക്കുമ്പോഴും നാളത്തെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ തലകുനിച്ച് DGPക്ക് ഇരിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്ര അന്തസ്സില്ലാത്തൊരു പെരുമാറ്റമാണ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ സമീപകാലത്ത് തിരുവനന്തപുരത്തെ കരമനയിലെ കൊലപാതകം അടക്കം ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു സംസ്ഥാനത്ത് എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ കരുതേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ആ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഓപ്പറേഷൻ ആഗുമൊക്കെ ആയിട്ട് പോലീസ് ചോദിച്ചോട്ടെ. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെയും ഈ ഗുണ്ട പോലീസ് DYSP റാങ്കിലുള്ള ആളുകളുമായിട്ട് ഈ ഗുണ്ടകള്, ഈ പറയുന്ന പാറക്കോറി മുതലാളിമാർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെക്സസ് നമ്മൾക്ക് മുന്നിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള പോലീസിനും ഇന്റലിജൻസ് സംവിധാനത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഏറ്റവും ഇവിടെ ജോൺസൺ എന്ന ഒരു DYSP, അതും അതേ രീതിയിൽ അദ്ദേഹം ഒരു ഗുണ്ടയുടെ ബന്ധുവിന്റെ മകളെ ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതായിട്ടാണ് എൻ്റെ ഒടുവിലത്തെ ഒരു ഓർമ്മ. അങ്ങനെയൊക്കെ ഒരുപാട് ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഈ ഗുണ്ടകളുമായിട്ടൊരു നെക്സസ്. അപ്പോൾ വരുന്ന ഈ ഓപ്പറേഷൻ ആഗൊക്കെ അതിൻ്റെ ആത്മാർത്ഥത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മോണിറ്റർ ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടോ? ഇത്തരത്തിൽ ഗുണ്ടകളുമായിട്ട് ബന്ധമുള്ള ആളുകളുടെ ശരാശരി കണക്കും വിവരങ്ങളുമൊക്കെ പോലീസ് സേനയുടെ കൈവശമുണ്ടോ? നേരത്തെ ഇത്തരം ശാസനയ്ക്കും നടപടിക്കുമൊക്കെ വിധേയരായിട്ടുള്ളവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എവിടെയാണ്? അവരേതെങ്കിലും പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഡേറ്റ കേരള പോലീസിന്റെ കൈവശമുണ്ടോ അനന്തൻ? പ്രജീഷ്, ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടാബന്ധം ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് സൂചിപ്പിച്ച ജോൺസന്റെ കേസ്, അതായത് കഴിഞ്ഞ വർഷമാണ് തിരുവനന്തപുരത്ത് റൂറൽ ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന ജോൺസൺ, മറ്റൊരു DYSP ആയ M പ്രസാദ്, മറ്റൊരു CI ആയ അഭിലാഷ് ഡേവിഡ്, ഈ 3 പോലീസുകാർക്കെതിരെ, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായത്. ഇവരെ സസ്പെൻഡ് ചെയ്യുകയും മറ്റു നടപടികളിലേക്ക് പോവുകയും ചെയ്തു. അതിന് കാരണം തിരുവനന്തപുരത്തെ നമുക്കറിയാം ഏറ്റവും കുപ്രസിദ്ധനായ ഗുണ്ടാ നേതാവാണ് ഓം പ്രകാശിന്റെ നേതൃത്വത്തിൽ ഒരു സംഘവും മറ്റൊരു സംഘവും തമ്മിൽ തിരുവനന്തപുരം പേട്ടയിൽ ഒരു സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ ഇരു കൂട്ടരുടെയും മധ്യസ്ഥ ശ്രമത്തിനാണ് ഈ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തത്. അങ്ങനെ പങ്കെടുത്ത് ഒരു 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള അനുനയത്തിന് ശ്രമിച്ചു. അവരെ 2 പേരെയും ഒരുമിച്ചിരുത്തി. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നില്ല, ചിലപ്പോൾ ഈ ബോംബെ അധോലോകത്തിൻ്റെയൊക്കെ കഥ പറയുന്ന സിനിമകളിലൊക്കെ കാണാം, പോലീസ് ഓഫീസർമാർ മീഡിയേറ്റർമാരായിട്ടൊക്കെ വന്നിരിക്കുന്ന 2 സംഘങ്ങൾ അപ്പുറവും ഇപ്പുറമൊക്കെ ഇരുന്നിട്ട് അവരുടെ തർക്കങ്ങൾ പറഞ്ഞു പരിഹരിക്കുന്നത്. അങ്ങനെ ഒരു റോളിലായിരുന്നു DYSP ജോൺസണും പ്രസാദും CI അഭിലാഷ് ഡേവിഡും ഉണ്ടായിരുന്നു. അവർക്കെതിരെ അന്ന് നടപടിയെടുക്കുകയും ചെയ്തു. മാത്രമല്ല, ജോൺസന്റെ മകളുടെ പിറന്നാളിന് ഗുണ്ടാസംഘങ്ങളാണ് പണം ചെലവഴിച്ചത് എന്നുള്ള റിപ്പോർട്ടും അന്ന് ഇന്റലിജൻസ് അടക്കം നൽകിയിരുന്നു. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ജോൺസൺ ഇപ്പോൾ എവിടെയുണ്ട്?